അക്സെപ്റ്റ് ചെയ്യുമ്പം ആ റിഗ്രറ്റ് വരുന്നത് നമ്മൾ ചെറുതായി പോയി എന്നുള്ള തോന്നൽ കൊണ്ടാണ്. അത് അഹങ്കാരമാണ്. കാരണം നമ്മൾ ചെറുതായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ പോകേണ്ടത് എന്നുള്ള തീരുമാനമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ നെഗറ്റീവിനെ മാറ്റി നിർത്താൻ ശ്രമിച്ചൊരു പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരുമ്പം പിന്നെയും ഇതാണ് റിപ്പീറ്റ് ചെയ്യാൻ പോണത്. കാരണം മൈൻഡ് വെച്ചിട്ട് ഒരു സൊല്യൂഷനാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ ലൈഫിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിനെ അക്സെപ്റ്റ് ചെയ്യുന്നതോടെ പിന്നീട് ആ മിസ്റ്റേക്ക് ഇല്ലാതെ ജീവിതവുമായിട്ട് ചേർന്നിരിക്കാനുള്ള അവസരം അല്ലെങ്കിൽ ആ വിവേകമാണ് വന്നു ചേരുന്നത്. അപ്പോൾ ആ വിവേകത്തിൽ ഇരുന്നു കൊണ്ട് ആ മിസ്റ്റേക്കിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ സ്നേഹബന്ധം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരുമയിലിരിക്കാനുള്ള അവസരമാണ് ആ മിസ്റ്റേക്കിലൂടെ ആ അക്സെപ്റ്റൻസിലൂടെ എനിക്ക് സംഭവിച്ചതെന്ന് തിരിച്ചറിയുമ്പം അവിടെ ഭയങ്കര ഒരു കണ്ടിന്യൂറ്റിയാണ്, അവിടെ ഭയങ്കര ഒരു സുഖമാണ്. അവിടെയാണ് നമുക്ക് ജീവിക്കാനുള്ള താല്പര്യം കൂടുന്നത്. മറ്റേതെന്താണ്, ഞാൻ ഉണ്ടാക്കി വെച്ച അവസ്ഥക്ക് കോട്ടം വരും. കോട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അത് അതിനേക്കാൾ വലിയ കോട്ടാണ്. കാരണം ഓൾറെഡി കോട്ടം വന്നതിൽ നിന്നിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുകയാണ്. ഇതാ കോട്ടം വരാനുള്ള ആ കാരണത്തെ നമ്മൾ കൃത്യമായിട്ട് കണ്ട് അതിനെ നമ്മളെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാണ്. അല്ലാതെ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് എടുത്ത് കളയാണ്. കാരണം അതവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കി, ഒരു റിഗ്രറ്റ് ഉണ്ടാക്കി എന്നുള്ള യാഥാർത്ഥ്യമാണല്ല, അനുഭവത്തിൽ വന്നല്ല. അപ്പം അതില്ലാത്ത അവസ്ഥ നമ്മളിലുള്ളത് കൊണ്ട് അതിനെ കാണാൻ സാധിച്ച്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവണതിനനുസരിച്ചല്ല, അല്ലെങ്കിൽ ചെറുതാവുമ്പോഴാണ് നമ്മുടെ വലിപ്പം കൂടി കൂടി വരുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്.